ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോളേജ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളേജ് ഡേ ആണ്. കൈരളി റിസോർട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഞാനങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആരും എത്താത്തത് കൊണ്ട് തന്നെ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഹാള് വരുന്നത്, പ്രോഗ്രാം എടുക്കുന്നത്. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു, ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിന്. അപ്പോൾ ഇവരൊക്കെ സ്യൂട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ സ്യൂട്ടിൽ അവരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഹാള്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിലാട്ടോ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ആയിഷയാണ് ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇനോഗ്രേഷൻ പ്രോഗ്രാം നടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡാൻസിൻ്റെ വീഡിയോസിനൊന്നും നമ്മളങ്ങനെ സോങ്സും കാര്യങ്ങളൊന്നും കൊടുത്ത് ഫുള്ളായിട്ട് ലെങ്ത്തിൽ വീഡിയോസ് ഇടില്ല കേട്ടോ. കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഓരോ പ്രോഗ്രാമിൻ്റെയും വീഡിയോസ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്നത് തന്നെയാണ് മെമ്മറബിൾ ഡേ ആണ്. സ്പെഷ്യലി നമ്മുടെ ഫൈനൽ ഇയേഴ്സിന്റെ DMLT ഫൈനൽ ഇയേഴ്സിൻ്റെ. കാരണം അവരുടെ ലൈഫ് നമ്മളെ ഏറ്റവും നല്ലൊരു ബാച്ച് എന്ന് പറയുന്ന കുട്ടികളാണ് അവരെ. എനിക്ക് റിയലി അവരെ വളരെ വളരെ മിസ് ചെയ്യും. സ്പെഷ്യലി അവരുടെ ഗേൾസിനാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ടീച്ചേഴ്സിനെ റെസ്പെക്ട്ഫുൾ അല്ലാണ്ട് അവരുടെ ഭാഗത്ത് ഒരു രീതിയിൽ ഉണ്ടാവാറില്ല. പിന്നെ ഒരു പ്രോഗ്രാം ഇല്ലാന്ന് പറഞ്ഞാൽ അവർ ഓക്കെയാണ്, അവർക്ക് കഴിയില്ലെങ്കിലും അവരത് ഓക്കെയാണ്. അത് സ്പെഷ്യലി എന്റെ ഗേൾസിന് ഒട്ടും പിറകിലല്ല. അവരും ഈ പറഞ്ഞ പോലെ നല്ല മക്കളാണ്. അവർ ഗേൾസ് മാത്രമാണ്. അവർ കുറച്ച് ഒതുങ്ങിയിട്ടുള്ള കുഴപ്പമില്ല, ബാക്കി എല്ലാം കൊണ്ടും അവർ നല്ല മക്കളാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രോഗ്രാം എൻജോയ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഇതാ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റിന് രംഗപൂജയാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വരാണ്. അവരൊക്കെ നല്ല സ്യൂട്ടിലാട്ടോ വരുന്നത്. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാം. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാലന്റൈൻസ് ഓഫറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ റിസോർട്ടിലെ. എന്നിട്ട് ഇതാ കൈരളി റിസോർട്ടിലെ മാനേജർ നമ്മളെ ടീച്ചേഴ്സിന് ഉപഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യമായിട്ടോ അവിടെ തന്നെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അങ്ങനെ അതിൻ്റെയാണ്. ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ബാക്കിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഗേൾസ് ആണെങ്കിൽ ട്രഡീഷണൽ ആയിരുന്നു, ബോയ്സ് ആണെങ്കിൽ ഇതുപോലെ സ്യൂട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായത്.
അങ്ങനെ ഡാൻസും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹാളിൻ്റെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനത്തെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, തിരിച്ച് ഹാളിൽ കയറിയതാട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗത്തു നിന്ന് എല്ലാവരും ഐസ്ക്രീമും കാര്യങ്ങളും കുടിക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിയിട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മളൊന്ന് പുറത്ത് പോവാം ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. റിസോർട്ടിൻ്റെ ഏരിയയിൽ തന്നെയാട്ടോ ഉള്ളത്. അവിടെ അടിപൊളിയാട്ടോ, എന്താ പറയുക, ഓരോ റിസോർട്ടായിട്ടും നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്കിലൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് അവിടെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് സീസോലും അതുപോലെ തന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്, അതിലൊക്കെ കയറി പിന്നെ ഊനാലൊക്കെ ഇരുന്ന് ആടി. അങ്ങനെയൊക്കെ ഫുള്ള് എന്താ പറയുക, മൊത്തം വൈവാക്കിലായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ടൈം ഈ കിഡ്സ് പാർക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായത്. ഓരോന്നിൽ ഇങ്ങനെ കയറുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഹാളിൽ കയറി. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു സോങ്ങിൻ്റെ ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഗ്രൂപ്പിൽ നിന്നായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായില്ല, പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.